നിങ്ങളുടെ റേഷൻ കാർഡ് ഈ കളറുകളിലുള്ളതാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷറഫു. കേരളത്തിലെ 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ഇനി മുതൽ എല്ലാ മാസവും 1000 രൂപ ധനസഹായം ലഭിക്കാൻ പോവുകയാണ്. ഡിസംബർ 22 മുതൽ പൂർണ്ണമായും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ഒന്ന്, കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കോ അപേക്ഷിക്കാം. 2, മഞ്ഞ, പിങ്ക് എന്നീ കാർഡുകളുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക്. 3, നിലവിൽ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അഥവാ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ അതല്ലെങ്കിൽ സർവീസ് പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയില്ല. 4, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ പുറത്തായിരിക്കും. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പ്രായം തെളിയിക്കുന്ന രേഖ അഥവാ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് മതിയാകും. 2, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 3, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ. 4, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ കാർഡ്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. മേൽ പറഞ്ഞ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ അതുമല്ലെങ്കിൽ K-സ്മാർട്ടിന്റെ ഒഫീഷ്യൽ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ പദ്ധതിയുടെ ആനുകൂല്യം തുടരാൻ എല്ലാ വർഷവും ആധാർ മസ്റ്ററിംഗ് നടത്തേണ്ടത് നിർബന്ധമാണ്. ഇനി തെറ്റായ വിവരങ്ങൾ നൽകി പണം കൈപ്പറ്റിയാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്ന് കേരള സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അർഹരായ എല്ലാ സ്ത്രീകളിലേക്കും ഈ വിവരം എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.